ഒരു പട്ടികളും ചോദിക്കാൻ പറ്റില്ല പൊന്നുമോനെ. എടാ ഞാൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കുമോ? ഇതിൻ്റെ അങ്ങേപ്പുറത്ത് അന്വേഷണം നമ്മൾ നയിക്കില്ല. അല്ല എനിക്ക് ഞാനൊരു കാര്യം വിചാരിച്ച് നടത്തിയിരിക്കും. കട്ടക്ക് നിൽക്കണമെന്നുള്ളു മനസ്സിലായി. ഇതിൽ വലിയ മതിൽ ഞാൻ ചാടിക്കണമെന്നുള്ളൂ. കമലേ, കമലേ, എന്താണ് ഇങ്ങനെ പാടി പേടി തൊട്ടാണിത് നോക്കടി മുത്ത്. അങ്ങനെയുണ്ട്. ഇത് ഇവിടെ നിന്ന് ഉണ്ടായ വിളക്കൊന്നും അല്ലത്. ഇവിടെ നിന്ന് നല്ല ഒന്നാന്തരം വിളക്കാണ് പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയത്. ഇത് ഇവിടെ നിന്ന് ഉണ്ടായ വിളക്കല്ല. ഇവിടെ നിന്ന് ഉണ്ടായ വിളക്കല്ല. ഇത് കണ്ടാലറിയാൻ പല്ലത് ഇവിടുന്ന് പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയ ഇവിടുന്ന് ഉണ്ടായ വിളക്കല്ല ഇത്. എനിക്ക് കണ്ടാലറിയാൻ പല്ലത് പഴയ വിളക്ക്. ഇത് നീ അപ്പം എന്നെ കള്ളനാക്കാനുള്ള ഉദ്ദേശം? എടീ ഇന്നലെ ചാള മേടിച്ചിട്ടുണ്ടോന്നാരടി ഞാനല്ലേ? അതെ. എടീ നിന്റെ ഇളച്ചമുള്ളായിട്ട് അതിർത്തി തർക്കമുണ്ടായിട്ട് ഈ റോഡ് ശരിയാക്കാനായിട്ട് ഞാനല്ലേടി മുൻകൈ എടുത്തത്. ഞാനല്ലാണ്ട് കോൺക്രീറ്റ് ചെയ്യിപ്പിച്ചത്. എടി ഞാൻ കുടിക്കണ കുപ്പി തിരിച്ചു കൊടുത്ത് 20 രൂപ മേടിച്ച് അത് കൂട്ടി വെച്ചിട്ട് നിനക്ക് ചുരിദാർ മേടിച്ചു തന്നില്ലേടി ഞാൻ. എന്നിട്ട് എന്നെ നീ ഇപ്പം കള്ളനാക്കിയേക്കണം. എടേ നീയൊക്കെ ഒരിക്കലും ഗുണം പിടിക്കൂല. എന്നെ നീ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട്, എന്നോട് മെക്കിട്ട് കയറാൻ വരരുത് കേട്ടേ. പോറ്റി ആശാനെ തെറ്റിദ്ധരിക്കരുത്. നാട്ടുകാര് പലതും പറയും. ഇതുപോലത്തെ ഒരു തങ്കപ്പെട്ട മനുഷ്യനെ ഈ കുടുംബത്തിന് കിട്ടൂല. ആശാനാണ് ഈ വീടിന്റെ നാഥൻ. ഈ പോറ്റിയുടെ ജീവിതം ആശാന് വേണ്ടിയുള്ളതാണ്. ഈ വീട്ടിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും എന്റെ ആശാനാണ് നടത്തിയത്. പറഞ്ഞു കൊടുക്കടാ ചേച്ചി. ഈ നാട്ടുകാര് പറയുന്ന കേട്ടിട്ട് ചേച്ചി ആശാനെ സംശയിക്കരുത്. കേക്കടി പറഞ്ഞേട്ടാ. കേട്ട് കേട്ട് ആശാന് വേണ്ടിയുള്ള ജീവിതമാണ്. ആരൊക്കെ എന്നെ കുറ്റക്കാരനാക്കിയാലും പോയിട്ട് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ കുടുംബം വാഴും. അയ്യപ്പ കാത്തോണേ.